ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ കാർത്തികിനെ ഗുണ്ട വന്ന് കുത്തുന്നുണ്ട്. അതിനുശേഷം കാർത്തികിന്റെ ബോധമൊക്കെ മറയുന്നതായിട്ട് നന്ദിനി സ്വപ്നം കാണുന്നു. നന്ദിനി സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. നന്ദിനിക്ക് സ്വപ്നം കണ്ടു കഴിയുമ്പോൾ കാർത്തികിനെ ഓർത്ത് പേടിയാകുന്നു. നന്ദിനി കാർത്തികിന്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതി കയറ് മുറിച്ച് കടക്കാൻ തുടങ്ങുമ്പോഴേക്കും സാവിത്രി അത് കാണുന്നുണ്ട്. സാവിത്രി നന്ദിനിയോട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് കയറ് മുറിച്ച് ഇപ്പുറത്തോട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ട് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു ദുസ്വപ്നം കണ്ടു. കാർത്തികിനാണെങ്കിൽ അപകടം പറ്റുന്നത് പോലെ, അതൊന്ന് പറയാൻ വേണ്ടിയാണ്, സൂക്ഷിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. നന്ദിനി പറയുന്നത് കേട്ടിട്ട് സാവിത്രി നന്ദിനിയെ കളിയാക്കുന്നുണ്ട്. അവനാണെങ്കിൽ ACP ആണ്. അവനെ എല്ലാ ഗുണ്ടകൾക്കും പേടിയാണ്. ഗുണ്ടകളെല്ലാം ഇപ്പൊ ഓടിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവന് ഗുണ്ടകളെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവനാണെങ്കിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. ബഹളമൊക്കെ കേട്ടുകൊണ്ട് രാജലക്ഷ്മി അമ്മയും അവിടേക്ക് വരുന്നുണ്ട്. സാവിത്രി വീണ്ടും നന്ദിനിയോട് പറയുന്നുണ്ട്, എന്റെ മകനെ വീണ്ടും നീ വളച്ചെടുക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ടൊക്കെ വരുന്നത്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതെന്തായാലും ഇനി ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. രാജലക്ഷ്മി അമ്മയ്ക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. രാജലക്ഷ്മി അമ്മ സാവിത്രിയോട് പറയുന്നുണ്ട്, നിന്റെ കാർത്തികിനെ ആരാണ് വളർത്തിയത്, ആരാണ് പഠിപ്പിച്ചത്, ആരാണ് സ്കൂളിൽ കൊണ്ട് ചേർത്തത്, അതെല്ലാം ചെയ്തത് നന്ദിനിയാണ്. നീ ഒരു കാര്യവും അവന്റെ നോക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. പ്രസവിച്ചാൽ മാത്രമല്ല ഒരമ്മയാകുന്നത്, സ്നേഹവും വാത്സല്യവും കൊടുത്താൽ അമ്മ തന്നെയാകും. ആ അമ്മയ്ക്കാണെങ്കിൽ മകൻ എന്തോ സംഭവിക്കുന്നത് പോലെ തോന്നിയെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അത് പറയാൻ ശ്രമിച്ചതിൽ എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുന്നു. നന്ദി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് രാജലക്ഷ്മി അമ്മയാണെങ്കിൽ സാവിത്രിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സാവിത്രി പോയതിനു ശേഷം രാജലക്ഷ്മി അമ്മ നന്ദിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോള് വിഷമിക്കൊന്നും വേണ്ട, അവനൊന്നും സംഭവിക്കത്തില്ല. എന്തായാലും നമുക്ക് ജ്യോതിഷനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് വൈശാഖ് സ്വാമിനാഥൻ മുതലാളിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയാളാണെങ്കിൽ വൈശാഖിനോട് ചോദിക്കുന്നുണ്ട്, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ തയ്യാറാണോ, ഭാര്യ എന്തു പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട്, അവൾക്കൊട്ടും താല്പര്യമില്ല എന്നൊക്കെ, നമ്മൾ നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അത് കഴിയുമ്പോൾ സ്വാമിനാഥൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല എന്ന്. സ്വാമിനാഥൻ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, എപ്പോ വേണമെങ്കിലും വിളിക്കാമെന്നൊക്കെ പറയുന്നു. വൈശാഖ് നമ്പർ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നന്ദിനി മീനാക്ഷിയെ വിളിച്ചിട്ട് കാർത്തികിനെ കുറിച്ച് കണ്ട സ്വപ്നമൊക്കെ പറയുന്നു. മീനാക്ഷി അപ്പോൾ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, എന്നാലും അവനോടൊന്ന് സൂക്ഷിക്കണമെന്ന് മോളൊന്ന് വിളിച്ചു പറയണമെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് സാവിത്രി വരുന്നത് കണ്ടിട്ട് നന്ദിനി ആണെങ്കിൽ അകത്തേക്ക് പോകുന്നു. മീനാക്ഷിയോട് സാവിത്രി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായിരുന്നു ഇവിടെ ഒരു ഗൂഢാലോചന എന്നൊക്കെ. മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട്, ഒരാളെ തട്ടിക്കളയാൻ പ്ലാൻ ചെയ്യുകയായിരുന്നുവെന്ന്. സാവിത്രി ആരാണെന്നൊക്കെ ചോദിക്കുന്നു. മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട്, അത് സസ്പെൻസ് ആണ്, ഇപ്പൊ പറയത്തില്ല എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഇന്ദ്രജയാണ്. ഇന്ദ്രജ പോലീസുകാരനോട് പറയുന്നുണ്ട്, ഇന്നാണെങ്കിൽ ഞാൻ ആ കാർത്തികിനിട്ട് ഒരു പണി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. അവൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്റെ മീനാക്ഷിയോട് കാണിച്ചതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അവന്റെ അഹങ്കാരം കുറച്ച് കുറയ്ക്കണമെന്നൊക്കെ പറയുന്നു. ഇന്ദ്രജയുടെ അടുത്തേക്ക് ഒരു ഗുണ്ട വരുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ ഇന്ദ്രജ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നീക്കണമെന്ന് പറയുന്നു. നന്ദിനി സ്വപ്നത്തിൽ കണ്ട ഗുണ്ട തന്നെയാണ് ഇന്ദ്രജയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പിന്നീട് നന്ദിനി പറഞ്ഞ കാര്യമൊക്കെ മീനാക്ഷി ഓർക്കുന്നു. അതിനുശേഷം കാർത്തികിനെ ഫോൺ ചെയ്യുന്നുണ്ട്. മീനാക്ഷിയുടെ കോൾ കാണുമ്പോൾ കാർത്തിക് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മീനാക്ഷിയാണല്ലോ, കുറച്ച് ഗൗരവത്തിൽ തന്നെ സംസാരിക്കാമെന്ന് കരുതുന്നു. കാർത്തിക് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വിളിച്ചതെന്ന്. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ അപകടം പറ്റാൻ പോകുന്നത് പോലെ തോന്നി, അതുകൊണ്ട് വിളിച്ചതാണ്, സൂക്ഷിക്കണമെന്ന് പറയാൻ വിളിച്ചതാണെന്നൊക്കെ പറയുന്നു. കാർത്തിക് അപ്പോൾ ദേഷ്യപ്പെടുകയാണ്, ഭാര്യയെ പോലെ പെരുമാറാൻ ശ്രമിക്കേണ്ട, നീ എന്റെ അടിമയാണ്, എന്റെ കൊച്ചിനെ നോക്കാൻ വേണ്ടി ഒരാൾ മാത്രമാണെന്നൊക്കെ പറയുന്നു. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, എന്റെ അമ്മാവന്റെ മകനാണെന്നുള്ള പരിഗണന കൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചത്, അല്ലാതെ നിങ്ങളെ ഭർത്താവായി കണ്ടിട്ടൊന്നുമല്ലെന്നൊക്കെ പറയുന്നു. നിങ്ങളെ ഇട്ടിട്ട് മൈഥിലി ചേച്ചി പോയതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ്, നിങ്ങളൊരു മന്ദബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ഫോൺ വെക്കുന്നുണ്ട്. മീനാക്ഷി ഫോൺ വെച്ചതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചോന്നൊക്കെ. ശേഷം കാണിക്കുന്നത് മൈഥിലിയാണ്. മൈഥിലിയുടെ വീടിന്റെ അടുത്തേക്ക് ആരോ വന്നിട്ടുണ്ട്. മൈഥിലി ആണെങ്കിൽ പേടിച്ച് നിൽക്കുന്നുണ്ട്. മൈഥിലി ചോദിക്കുന്നുണ്ട്, ആരാണെന്നൊക്കെ. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്